ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. പ്രവർത്തനങ്ങളിൽ വ്യതിയാനം നടത്തി പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം അസൈൻമെൻറ്റുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നതാണ് ഡാഷ്. എന്താണ്? പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം അസൈൻമെൻറ്റുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നതിനെയാണ് നമ്മൾ അക്കോമഡേഷൻസ് എന്ന് പറയുന്നത്. അക്കോമഡേഷൻസ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? ശ്രദ്ധിക്കണം, പ്രൈമറി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിൽ സഹകരണം വളർത്താൻ നമുക്ക് കഴിയുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, കളികൾ തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. മൂന്നാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പിന്തുണയേകുന്ന ആക്ട് ഏതാണ്? PWD ആക്ട്. PWD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഇത് എപ്പോഴാണ് വന്നത്? 1995 പാസ്സാക്കുകയും 1996 ഫെബ്രുവരി 7 എന്താണ് ഇത് നിലവിൽ വരികയും ചെയ്തു. 1995 PWD ആക്ട് പാസ്സാക്കുന്നത്. 1996 ഫെബ്രുവരി 7 ഇത് നിലവിൽ വരുന്നത്. PWD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ. നാലാമത്തെ ചോദ്യം, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. നമ്മൾ WAT വാട്ട് എന്ന് പഠിച്ചിട്ടില്ലേ? ഇതാ ഇവിടെയുണ്ട്. ഇത് ആവിഷ്കരിച്ചത് ആരാണ്? വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആരതാണ്? കാൾ യുങ്ങിൻ്റെ ആണ് അല്ലേ? കാൾ യുങ്. ഓക്കെ. അടുത്ത ചോദ്യം, കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അല്ലെങ്കിൽ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നത് ഏതാണ്? കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ വ്യാഖ്യാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻസർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. CD അപ്പുറത്തുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം. ഓപ്ഷൻ സിയും ഡിയും ഇതാണ്. സന്തുലനം, അനുരൂപീകരണം. AB അധിനിവേശം, സ്വാംശീകരണം. ഇതിൽ തന്നെ ആൻസർ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി സ്വാംശീകരണമാണ്. അപ്പം നമുക്കറിയാം ഈ വൈജ്ഞാനിക മണ്ഡലത്തിലെ പ്രധാന 2 ഘട്ടങ്ങളാണ് ഏതൊക്കെ? സംയോജനവും അനുരൂപീകരണവും. നമ്മളെ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളാണ് ഏതൊക്കെ? സംയോജനം, അനുരൂപീകരണം. ഓക്കെ, എഴുതണമെങ്കിൽ എഴുതാം. സംയോജനം പിന്നെ അനുരൂപീകരണം. ഓക്കെ. എന്താണ് അനുരൂപീകരണം? അനുരൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കീമുകൾ നിർമ്മിക്കുന്നതിനെയാണ് അനുരൂപീകരണം എന്ന് പറഞ്ഞത്. അപ്പോൾ സ്കീം എന്താ? നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെയാണ് നമ്മൾ സ്കീമാന്ന് പറയുന്നത്. ഈ സ്കീമുകൾ നിർമ്മിക്കുന്നതിനെ നമുക്ക് അനുരൂപീകരണം എന്ന് പറയാം. അതിൽ 2 എണ്ണമാണ് ഏതൊക്കെ? സ്വാംശീകരണവും സംസ്ഥാപനവും. സ്വാംശീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ സ്വാംശീകരണം എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാപനം എന്തായിരിക്കും? നിലവിലുള്ള സ്കീമുകളിൽ മാറ്റം വരുത്തുന്നതിനെ നമുക്ക് സംസ്ഥാപനം എന്ന് പറയാം. അപ്പോൾ നമ്മൾ അനുരൂപീകരണം പറഞ്ഞു, സ്വാംശീകരണം, സംസ്ഥാപനം. ഇനി സംയോജനം അല്ലെങ്കിൽ സംഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സ്കീമുകളിൽ നമ്മൾ മാറ്റം വരുത്തുക, അതിൽ കൂട്ടിച്ചേർക്കലും ഒക്കെ സംഭവിച്ചു. അതിനുശേഷം നമുക്ക് ജ്ഞാതൃഘടന രൂപം കൊള്ളും അല്ലേ? ഈ സ്കീമുകളിലൊക്കെ മാറ്റം വരുത്തി അതിൽ കൂട്ടിച്ചേർക്കലൊക്കെ നടത്തി നമ്മൾ ശക്തമായിട്ടുള്ളൊരു ജ്ഞാതൃഘടന രൂപം കൊള്ളുന്നുണ്ട്, കോഗ്നിറ്റീവ് സ്ട്രക്ചർ. ആ പ്രക്രിയയാണ് നമ്മൾ സംയോജനം എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ ഏതിലാ പറയുന്നത്? പിയാഷേൻ്റെ ഇത് പറയുന്ന സമയത്താണ് അല്ലേ? ഓക്കെ. അടുത്തത് 6ാമത്തെ ചോദ്യം, ഭാഷാ പഠന സംവിധാനം എന്ന മനഃശാസ്ത്ര ആശയം ഊന്നൽ നൽകുന്നത്? ഭാഷാ പഠന സംവിധാനം അഥവാ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഏതാണെന്ന് വായിച്ചു നോക്കിക്കേ. ഭാഷാ പഠനത്തിലെ പാരിസ്ഥിതിക സ്വാധീനത്തിന്, ഭാഷാ പഠനത്തിലെ അനുകരണത്തിന്, ഭാഷാ പഠനത്തിൽ പ്രബലനത്തിൻ്റെ പ്രയോജനത്തിന്, മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന്. ഏതാണ്? മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന്.
അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 7ാമത്തെ ചോദ്യം, സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്ന സമായോജന തന്ത്രം. അപ്പോൾ എന്താണ്? സ്വന്തം പോരായ്മകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിൽ തെറ്റാരോപിക്കുക. അതേതാണ്? ഇതൊക്കെ ഒത്തിരി തവണ പറഞ്ഞതാണ്. പ്രക്ഷേപണമാണ് അല്ലേ? പ്രക്ഷേപണം ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ താദാത്മീകരണം എന്താണ്? ഐഡന്റിഫിക്കേഷൻ. അതായത് നമ്മുടെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും ഒക്കെ നമ്മൾ ഭാഗമാകുന്ന തന്ത്രത്തിനാണ് താദാത്മീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾ, ഇപ്പോൾ സച്ചിൻ, ധോണി ഇവരൊക്കെ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ആഗ്രഹം സാധിക്കുവാണല്ലോ. അങ്ങനെ താദാത്മ്യം നേടി അംഗീകാരത്തിനുള്ള നമ്മുടെ ആഗ്രഹം സാധിക്കുന്നുണ്ട് അല്ലേ? മറ്റുള്ളവരുടെ വിജയത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ അതിൽ ഭാഗമാവുന്നതിനെയാണ് നമ്മൾ താദാത്മീകരണം എന്ന് പറയുന്നത്. ദമനം എന്താണ്? ദമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്രഷൻ എന്ന് പറയാം. അതായത് വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും അതേപോലെ സാക്ഷാത്കരിക്കാനാത്ത ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് റിപ്രഷൻ അഥവാ ദമനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി യുക്തീകരണം എന്താണ്? യുക്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, റാഷണലൈസേഷൻ, ന്യായീകരണം അല്ലേ? തോൽവി ഉണ്ടാകുമ്പോൾ അനാവശ്യമായ ന്യായീകരണങ്ങൾ കണ്ടെത്തി നമ്മൾ ആശ്വാസം കണ്ടെത്തുന്ന രീതിയാണ് യുക്തീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 8ാമത്തെ ചോദ്യം, ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യമാണ് ഏത്? 4ഉം ഇവിടെ പഠന വൈകല്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഭാഷയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഡിസ്ലെക്സിയ ആണ്. ഡിസ്ലെക്സിയ. ഓക്കെ, ഓപ്ഷൻ ഡി. അങ്ങനെയാണെങ്കിൽ ഡിസ്ഗ്രാഫിയ എന്താണ്? ഡിസ്ഗ്രാഫിയ അതെ, എഴുതുന്നതുമായി ഉള്ള ബുദ്ധിമുട്ട് അല്ലേ? എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്രാക്സിയ എന്താണ്? ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മവും അതേപോലെ തുടർച്ചയുമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഓക്കെ, അതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിസ്കാൽക്കുലി എന്താണ്? ഗണിതശാസ്ത്രപരമായ ആശയങ്ങൾ പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയാം. അതാണ് ഡിസ്കാൽക്കുലിയ. അപ്പം ഡിസ്ഗ്രാഫിയ എഴുതാനുള്ളത്, ഡിസ്പ്രാക്സിയ നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള ചില പ്രവർത്തികളൊക്കെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ഡിസ്കാൽക്കുലിയ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഡിസ്ലെക്സിയ എന്താണ്? വായനയിലുള്ള വൈകല്യമാണ് അല്ലേ? അപ്പോൾ 4 പറഞ്ഞു കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം, എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രസ്താവിക്കുന്നത് ഏതാണ്? അപ്പോൾ ചോദക പ്രതികരണം എന്നൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ എങ്ങോട്ടാ പോവുക? വ്യവഹാരവാദം. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, വ്യവഹാരവാദം. 10ാമത്തെ ചോദ്യം, 10 ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ. വികാരപരമായ ചിന്തകളുടെ ആസ്ഥാനമായ പഠനത്തിൻ്റെ മണ്ഡലം ഡാഷാണ്. അപ്പോൾ ഇവിടെ വികാരം എന്നുള്ള വാക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതാണ്? വൈകാരിക മണ്ഡലം. ഓപ്ഷൻ സി, വൈകാരിക മണ്ഡലം. അങ്ങനെയാണെങ്കിൽ വൈകാരിക വികാസം ആരതാണ്? വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസിൻ്റെ ആണ്. വൈകാരിക ബുദ്ധി ആരതാണ്? ഡാനിയൽ ഗോൾമാൻ്റെ ആണ് അല്ലേ? വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ഡാനിയൽ ഗോൾമാനും വൈകാരിക വികാസം പറയുന്നത് നമ്മളെ കാതറിൻ ബ്രിഡ്ജസുമാണ്. അപ്പോൾ 10 ചോദ്യങ്ങളും എളുപ്പമല്ലായിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.